കൊല്ലം സെന്റ് ജോസഫ് ദേവാലയത്തിന് സമീപം കുരിപ്പുഴയിലാണ് 10ഓളം ബോട്ടുകൾക്ക് തീ പിടിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 ഈ ബോട്ടുകൾ നിർത്തിയിട്ടിരുന്ന ബോട്ടുകൾക്ക് തീ പടരുന്നതായി നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഈ തൊട്ടടുത്ത് വ്യാപകമായ രീതിയിൽ ബോട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം അവധി ദിവസമാണ്. സ്വാഭാവികമായും ബോട്ടുകളെല്ലാം തന്നെ തീരത്തേക്ക് എത്തുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകളിൽ പിറ്റേ ദിവസത്തേക്ക് ജോലിക്ക് പോകാനുള്ള രീതിയിൽ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും അടക്കം ഒരുക്കി വെച്ചിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഡീസൽ അതുപോലെ തന്നെ ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇത് രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്ക് എത്തിച്ചതിനടക്കം നേരത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് ചേട്ടാ സംഭവിച്ചെന്തായിരുന്നു? സംഭവം ഈ ഫിഷിംഗ് ബോട്ടുകളെ ഇവിടെ നമ്മുടെ അതിർത്തി ജില്ലയായ കന്യാകുമാരി കുളച്ചിലുള്ള ബോട്ടുകളാണ് ഇവിടെ രാത്രി സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ സാധാരണ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഈ പണിക്ക് പോയതിനു ശേഷം സ്റ്റോറേജിനായിട്ട് ഓരോ കരകളിൽ സമീപിക്കാറുണ്ട്. ഐസ് കയറ്റാനും മറ്റുള്ള ആഹാര സാമഗ്രികൾ കയറ്റാനും അടുക്കാറുണ്ട്. രാത്രിയിൽ എല്ലാ ബോട്ടിലും സാധനങ്ങൾ കാണും. മേ ബി ഗ്യാസ് സിലിണ്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിക് സ്പാർക്കോ ആയിരിക്കാം. സിലിണ്ടർ അടക്കം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വലയുണ്ട്. നൈലോൺ വല ഏറ്റവും കൂടുതലുള്ളത്. നൈലോൺ വല കത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് പ്ലാസ്റ്റിക്കാണ്, ഉരുവും. അപ്പൊ ഒരു ബോട്ട് കത്തുമ്പോൾ അടുത്ത ബോട്ടും കത്തി, അങ്ങനെ നേരെ കടത്തേക്കടക്കം ബോട്ടുകൾ ഒഴുകി പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കത്തി ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ സാമ്പ്രാണിക്കോടി ഐലൻഡ്. അപ്പൊ അങ്ങോട്ട് ജനവാസം ഇല്ല. അതിനപ്പുറത്തൊരു സെന്റ് ജോർജ് ഐലൻഡ്, സെന്റ് തോമസ് ഐലൻഡ് ഉണ്ട്, മുക്കാടം എന്ന് പറഞ്ഞ പ്രദേശം. അവിടെയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് 2 ഫിഷിംഗ് ബോട്ട് കത്തിയത്. കായൽ ഇപ്പോഴും ഒഴുകി നടന്ന ബോട്ടുകൾ കത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിയുന്നില്ല. കാരണം ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്തതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ നിലവിൽ ബാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇത് തീരത്ത് നിർത്തിയിരിക്കുന്ന ബോട്ടുകളാണ്. അത് ഇപ്പോഴും ഫയർഫോഴ്സ് തുടർച്ചയായ രീതിയിൽ അത് തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണതോതിൽ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഈ തീ വ്യാപിക്കുകയാണ്. കാരണം ഈ ഒഴുകി നടന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും മറ്റ് ബോട്ടുകളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി ഈ സമീപ സ്ഥലത്ത് നിന്നടക്കം ഈ ബോട്ടുകൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേരിട്ട് ഈ ബോട്ടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന തീയണയ്ക്കാനുള്ള ഒരു ദൌത്യത്തിലേക്കാണ് കടക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം അത് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം ഈ നൈലോൺ വലയാണ് ഇക്കാര്യത്തിൽ ഇവിടെയെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തീ അതിവേഗം വളരും എന്നുള്ളതാണ്. അതിവേഗം മേലിലേക്ക് ഉയർന്നു പൊങ്ങുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ഉൾക്കായലിലേക്ക് കിടക്കുന്ന ചില ബോട്ടുകളിൽ തീ ഇപ്പോഴും വലിയ രീതിയിൽ ശക്തമായി തന്നെ തുടരുകയാണ്. 10ഓളം ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലേക്ക് പോയിട്ട് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം എല്ലാ ബോട്ടുകളിലും ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാചകത്തിനുള്ള സിലിണ്ടർ അടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിൽ ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി വലുതാകുന്നു എന്നുള്ളതാണ്. കൊല്ലം തന്നെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്നായി ഇത് മാറുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇടതുവശത്തെ ആ ബോട്ടുകൾ പൂർണ്ണമായി ഇപ്പോൾ കത്തി നശിച്ച് അത് പൂർത്തിയായി ആ വെള്ളത്തിലേക്ക് തന്നെ ചാരമായി പോകുന്ന കാഴ്ചയാണ്. ഈ ബോട്ടിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇപ്പോൾ ഇതിൽ തീരത്തെത്തിയിരിക്കുന്ന ബോട്ടുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ തീ അണയ്ക്കാൻ കഴിയുക. അതിന് പുറത്തേക്ക് ഈ ഒഴുകി നടക്കുന്ന ബോട്ടുകളിലെ തീ എങ്ങനെ അണയ്ക്കും എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ആശങ്ക. കാരണം ചെറിയ യാനങ്ങളിൽ അവിടേക്ക് കൊണ്ടുപോയി ഫയർഫോഴ്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ അണയ്ക്കുക എന്നുള്ളത് പോസിബിളായുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പരിഹാരം എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് തേടുന്നത്. നമുക്ക് ഈ ഇടത്തെ സൈഡിൽ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കും. അവിടെ പൂർണ്ണമായും ഒരു ബോട്ട് ചാരമായി പോകുന്ന കാഴ്ചയാണ്. തീപിടുത്തം ഉണ്ടായത് 3 മണിക്കൂറിലധികമായി തീ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ആവർത്തിച്ച് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആ തീ അണയ്ക്കാൻ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മറ്റിടങ്ങളിലേക്ക് കൂടി ബോട്ടുകൾ ഒഴുകിപ്പോയി തീ കത്തുന്നത്, അത് ഈ തീരത്ത് ഒതുങ്ങിയിരിക്കുന്ന ബോട്ടുകൾ അതിലേക്ക് തീ പടരുമോ എന്ന ആശങ്ക നിലവിലുണ്ട്. അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഈ സമീപത്തുണ്ടായിരുന്ന ബോട്ടുകൾ ഈ സ്ഥലത്ത് നിന്നടക്കം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ പൂർണ്ണമായും മാറ്റുന്നതിന്റെ ഒരു കാരണം അത് ഇത്തരത്തിൽ മാറ്റിയാൽ മാത്രമേ അത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കഴിയൂ. ചേട്ടാ, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? തീപിടുത്തം ഉണ്ടായെന്ന് എങ്ങനെ അറിയാൻ പറ്റില്ല. 2 മണി തൊട്ട് കത്തുന്നു. അങ്ങനെ സിലിണ്ടറുകളൊക്കെ പൊട്ടിത്തെറിച്ച് എല്ലാവരും അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും പറഞ്ഞത്. സിലിണ്ടറും ഫുള്ളോടായിരുന്നു എപ്പോഴും ഈ ഡീസൽ അടക്കം. ഒരു ബോട്ടിൽ 2 സിലിണ്ടർ വെച്ചുണ്ടാവും. 10 ബോട്ട് കത്തിയിട്ടുണ്ട്. 10 ബോട്ടിലാകുമ്പോൾ 20 സിലിണ്ടർ ഉണ്ടാവും. 20 സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം നമ്മൾക്ക് തീ കെടുത്താൻ ഒരിക്കലും സാധിക്കത്തില്ല. ഡീസൽ അടക്കം ഫുൾ ടാങ്ക് ആയിരുന്നു. ഈ തീരദേശ സൈഡിൽ കൂടെ വഴിയൊന്നുമില്ല. ഡീസൽ അടക്കം ഫുൾ ടാങ്ക് ആയിരുന്നു. ഡീസലൊക്കെ ഡീസൽ ഒരു ബോട്ടിൽ എങ്ങനെയാലും 50,000 രൂപ ഡീസൽ വെച്ച് കാണും. ഈ 50,000 ഡീസൽ വെച്ച് 10 ബോട്ടായപ്പോ എത്രയായി? എനിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറായിരുന്നതാ. ഇന്ന് രാത്രി പണിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ബോട്ടുകളാണ്. ദൂരേക്ക് ഒഴുകിപ്പോയി കത്തുന്ന ബോട്ടുകൾ. പോയി കത്തുന്ന ബോട്ടുകളെല്ലാം ഇനി കത്തി അവിടെ താരത്തേ ഉള്ളു. അതൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ഫയർഫോഴ്സിന്റെ ബോട്ടുകളൊന്നും ഇല്ലല്ലോ നമുക്ക് ഇവിടെ. നമ്മളിപ്പം കരയ്ക്ക് നിന്നുള്ള പണികളെ ചെയ്യാൻ പറ്റൂ. മാക്സിമം എത്രയും പോകാൻ പറ്റുമോ വെള്ളം അത്രയും ഇപ്പം വഴിയുക. ഈ ഒഴുകിപ്പോയി അടക്കം ബോട്ടുകൾ കത്തുന്നുണ്ട്. ഈ അവിടേക്ക് എത്താൻ ഈ ബോട്ടുകൾ സംവിധാനമുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് അത് കൂടുതൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനടക്കം ചെറിയ തടസ്സങ്ങൾ ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നു. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ വലിയ നാശനഷ്ടം, ലക്ഷങ്ങളുടെ നാശനഷ്ടം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലുണ്ട്. കാരണം പലയിടങ്ങളിലായി ഫയർഫോഴ്സിനെ എത്തിച്ച് പല വിവിധ യൂണിറ്റുകളാണ്, ഏതാണ്ട് 10ഓളം യൂണിറ്റുകൾ ഫയർഫോഴ്സ് ഇവിടെ ഇപ്പോൾ തുടർച്ചയായി തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ആ രക്ഷാപ്രവർത്തനം എത്രത്തോളം ഒരു ഫലം കാണും എന്ന് ചോദിച്ചാൽ അത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഇന്ന് രാവിലെ ജോലിക്ക് പോകാനിരുന്ന മത്സ്യബന്ധന ബോട്ടുകളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് ഉൾക്കടലിലേക്ക് അടക്കം പോകാൻ വേണ്ടി എല്ലാ ബോട്ടുകളിലും നമ്മളോട് നേരത്തെ സൂചിപ്പിച്ച ചേട്ടൻ പറഞ്ഞ പോലെ 50,000 രൂപയുടെ ഡീസൽ, എല്ലാ ഫുൾ ടാങ്ക് ഡീസലാണ് എല്ലാ ബോട്ടുകളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ വെള്ളത്തിലേക്ക് കലരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, തീ എന്തുകൊണ്ട് അണയുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ അണയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഈ ബോട്ടുകൾക്കുള്ളിലെ ഡീസലും അതുപോലെ തന്നെ ബോട്ടുകൾക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന സിലിണ്ടറുമാണ്. സിലിണ്ടറിലടക്കം നിരവധി തവണ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിലടക്കം അത് വ്യക്തമാണ്. ഒരു ബോട്ട്, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ബോട്ട്, അത് ഈ കായലിന്റെ നടുവശത്തേക്ക് ചേർന്ന് കിടക്കുന്ന ബോട്ടാണ്. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവിടേക്ക് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് നിലവിലുണ്ട്. കാരണം അവിടെ ഈ ചെറിയ യാനങ്ങൾ, ഈ ഏതെങ്കിലും തരത്തിൽ ഫയർഫോഴ്സിന്റെ മറൈൻ ഫയർഫോഴ്സുകൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലമാണ്. മറൈൻ ഏരിയ ആണെങ്കിൽ പോലും, തീരദേശ മേഖലയാണെങ്കിൽ പോലും മറൈൻ ആംബുലൻസുകൾ, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അവരെ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവിടേക്ക് പോവുക ദുഷ്കരമാണ്. തീരത്ത് നിന്നുകൊണ്ട് തീ അണയ്ക്കുക എന്നുള്ള ദൌത്യം മാത്രമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ തീ പിടിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ ഇവിടേക്ക് എത്തി ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും അടക്കം സേവനം ഇവർ തേടിയത്. പക്ഷേ അപ്പോഴേക്കും ഈ കൂടുതൽ ബോട്ടുകളിലേക്ക്, അത് ഈ സിലിണ്ടർ അടക്കം ഉണ്ടായതുകൊണ്ട്, ഗ്യാസ് സിലിണ്ടർ അടക്കം ഉണ്ടായതുകൊണ്ട് വലിയ പൊട്ടിത്തെറി ഉണ്ടായി. തൊട്ടടുത്ത ഈ ബോട്ടുകളിലേക്കടക്കം തീ വ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ തോത്, ഈ തീപിടുത്തത്തിന്റെ തോത് എങ്ങനെയാണ് വർദ്ധിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം വ്യക്തമാകുന്നത്. ചേട്ടാ, ഈ ബോട്ടിലെ പണിക്കാരനാണ്? നമ്മളെ പൊട്ടുന്നത് ഇന്ന് പണിക്ക് പോകേണ്ടത്? ഞങ്ങൾ ഇന്ന് പണിക്ക് പോകാൻ വന്നതാണ്. ഇങ്ങനെ കിടക്കുന്നത് എന്ത് പറയാൻ വേണ്ടി. ഇന്നലെ ഈ പോകാൻ വേണ്ടി എല്ലാം തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ട് പോയത്. മൊയിലാളി കൊണ്ട് ഇരിക്കുന്നത് അയാളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് പോരാ. ഈ ജോലിക്ക് പോകാൻ വേണ്ടി, അതായത് രാവിലെ ബോട്ടിലേക്ക് വന്ന ജീവനക്കാരാണ്, ഈ പണിക്ക് പോകാൻ വന്ന ജീവനക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത് കാണുമ്പോൾ അവരുടെ ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ച സാഹചര്യം അടക്കം ഈ സമാന ദിവസങ്ങളിലൊന്നും ഇത്രയും വലിയ തീപിടുത്തം ഇങ്ങ് ഉണ്ടായതായി കേൾക്കുന്നില്ല. കാരണം ഇത് എങ്ങനെ ഉണ്ടായി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ഉൾക്കാട്ടിലേക്കടക്കം കയറിക്കിടക്കുകയാണ് പല ബോട്ടുകളും. അതുകൊണ്ട് പല ബോട്ടുകളും ദൃശ്യങ്ങളിൽ കാണാം, പല ബോട്ടുകളും ഈ ഒഴുകിക്കൊണ്ട് കത്തുന്ന ബോട്ടുകളടക്കമുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ക്രമീകരണം ഏർപ്പെടുത്തി, അല്ലെങ്കിൽ വലിയ ഒരു പരിമിതി ഇപ്പോൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നു. പല ബോട്ടുകളും ഈ തീരത്തോട് ചേർന്ന് തന്നെ കത്തി നശിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ക്യാമറ ആ ദൃശ്യങ്ങൾ കൂടി, ഒരുപക്ഷെ അത് ഒരു വൈഡ് ആംഗിൾ കാണുമ്പോൾ ഇതിന്റെ ഭീകരത അത് വളരെ വലുതാണ്. കാരണം ഒരു കായലിനകത്ത് എല്ലാ ഭാഗങ്ങളിലും ഒഴുകി നടന്ന ബോട്ടുകൾ കത്തുന്നു, അതുപോലെ തന്നെ തീരത്ത് കിടക്കുന്ന ബോട്ടുകൾ കത്തുന്നു. അങ്ങനെ പല രീതിയിൽ ഇത്തരത്തിൽ ബോട്ടുകൾ കത്തുന്നത് വലിയ ആശങ്ക ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ട്. കാരണം ഈ തീരദേശ മേഖലയായതിനാൽ തന്നെ പല തീരത്തും ബോട്ടുകൾ കൂട്ടമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും
തീപ്പൊരി പോലും വീണാൽ പെട്ടെന്ന് സ്പാർക്കായി പോകുന്ന സാഹചര്യം. അതുകൊണ്ട് വലിയ ഒരു ഭയാജനകമായ സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കാരണം തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഉൾക്കായലിൽ കിടക്കുന്ന ബോട്ടുകളിലെ തീ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കുമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം ഫയർഫോഴ്സിനോ ഈ മത്സ്യത്തൊഴിലാളികൾക്കോ ഇല്ല. കാരണം മറൈൻ ഫയർഫോഴ്സ് സംവിധാനം നിലവിൽ കൊല്ലത്തില്ല എന്നുള്ളതാണ് ഒരു പരാതിയായി നേരത്തെ മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പങ്കുവച്ചത്. നിലവിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. 10-ലധികം ബോട്ടുകൾക്കാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായി 2 ബോട്ടുകൾ തീപിടിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്ന് ആ ബോട്ടുകൾ ഈ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ബോട്ടുകളായിരുന്നെങ്കിൽ ഇത്തവണ ഈ തീപിടിച്ച ബോട്ടുകളിലധികവും അത് മത്സ്യബന്ധനത്തിന് പോകാനായി ഒരുങ്ങി തയ്യാറെടുത്ത് നിന്നിരുന്ന ബോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ആ ബോട്ടുകളിൽ ഇന്ധനമുണ്ടായിരുന്നു. ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പാചകത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ അങ്ങനെ വലിയ തോതിൽ ഇന്ധന ശേഖരവും മറ്റ് മുൻകരുതലുകളും ഒക്കെ സജ്ജീകരണങ്ങളൊക്കെയായി നിന്ന ബോട്ടുകളാണ് ഈ തീ പിടിച്ചത്. ആ തീ പിടിച്ച് കത്തിയ ബോട്ടുകൾ ഒഴുകി നടക്കുന്ന സാഹചര്യം പോലുമുണ്ട്. പല ബോട്ടുകളും നമ്മളുടെ ദൃശ്യത്തിൽ തന്നെ ആ തീരത്തോട് ചേർന്ന് 2 ബോട്ടുകൾ അതാണ്ട് കത്തി അമർന്ന് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോൾ മണിക്കൂറുകളായി ഈ തീപിടുത്തം തുടരുകയാണ്. മുമ്പ് ഇതേ സമാനമായ ഒരു തീപിടുത്തം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ട പ്രതിസന്ധി അല്ലെങ്കിൽ ഫയർഫോഴ്സിന് നേരിട്ട പ്രതിസന്ധി എന്നത് ഈ വെള്ളത്തിലുള്ള ബോട്ടുകളിലെ അടുത്തേക്ക് എത്താനാവുന്നില്ല, അല്ലെങ്കിൽ ഈ തുരുത്തുകളിലേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം എത്തിക്കാനാവുന്നില്ല. ഈ തീരദേശ മേഖലയിൽ പലയിടത്തും സമാന്തരമായ റോഡുകളുണ്ടെങ്കിൽ ഈ ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടി നിർത്തിയിരിക്കുന്ന പലയിടങ്ങളിലേക്കും അങ്ങനെ വലിയ വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാനാവുന്നതല്ല. ഇന്ന് പുലർച്ചെയും ഇന്ന് ഉച്ചയും വൈകുന്നേരം ഒക്കെയായി കടലിലേക്ക് പോകേണ്ട തൊഴിലാളികളും അവരുടെ ബോട്ടുകളുമാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്നത്. പല തൊഴിലാളികളുടെയും പ്രതികരണം വന്നു. പണിക്ക് പോകാനായി വരുമ്പോഴാണ് ഇങ്ങനെ അവരുടെ പണി സാമഗ്രികൾ അടക്കം അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗമായ ബോട്ടും അതിലെ വലയും അടക്കം തീ പിടിക്കുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടുമില്ല. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, ഏതാണ്ട് 1 മണിക്ക് ശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. മണിക്കൂറുകളാകുന്നു. പക്ഷേ ഈ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടുകൾക്ക് തീ പിടിക്കുമ്പോൾ അതിലേക്ക് വെള്ളം ചീറ്റി അല്ലെങ്കിൽ അതിലേക്ക് അവിടെ ഒരു ഫയർ ടെൻഡറിംഗ് സംവിധാനം നമുക്കിപ്പോഴും ഇല്ല എന്നത് വ്യക്തമാകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സമാനമായി 2 ബോട്ടുകൾക്ക് തീ പിടിച്ചത്, അതും കൊല്ലത്ത് തന്നെ. തീർച്ചയായും 2 ദിവസം മുമ്പാണ്. ഇതിന് 500 മീറ്റർ ദൂരെയാണ് അത്തരത്തിൽ ഈ കുരിപ്പുഴ, അത് മുക്കാട് പള്ളിയോട് ചേർന്ന ഭാഗത്താണ് ഈ ബോട്ടുകൾക്ക് തീപിടിച്ചതെങ്കിൽ അവിടെ നിന്ന് 500 മീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടായത്. ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു മറൈൻ ഫയർഫോഴ്സ് സംവിധാനം വേണം. അത് പലയിടങ്ങളിലുമുണ്ട്, തീരദേശ മേഖലയിലുണ്ട്. പക്ഷേ അത്തരം ഒരു സംവിധാനം നിലവിലില്ല. അത് വലിയ ആശങ്കയായി തുടരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന്, എത്ര വലിയ ഉയരത്തിൽ തീ കത്തി ആ പുകപടങ്ങൾ ഇങ്ങനെ ആകാശത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ഏക ഉപജീവന മാർഗമാണിത്. ഈ മത്സ്യബന്ധനം മാത്രം തൊഴിലായി സ്വീകരിച്ച് അതുകൊണ്ട് മാത്രം ആശ്രയിച്ച് അതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് ഇതിൽ ഈ പ്രദേശത്തുള്ളവർ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ജോലിക്ക് പോകണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെ ജോലിക്ക് പോകാനായി എല്ലാ ബോട്ടുകളും തയ്യാറെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. എല്ലാ ബോട്ടിലും ഫുൾ ടാങ്ക് 50,000 രൂപ, നമ്മളോട് നേരത്തെ സംസാരിച്ച പറഞ്ഞനുസരിച്ചാണെങ്കിൽ 50,000 രൂപയുടെ ഡീസൽ അടിച്ചു. 2 ഗ്യാസ് കുറ്റികൾ എല്ലാ ബോട്ടുകളിലുമുണ്ട്. അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ. അങ്ങനെ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള ബോട്ടുകളാണ് ഇത്തരത്തിൽ കത്തിയത്. പലപ്പോഴും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം ഈ അത്രത്തോളം വ്യാപ്തിയിൽ അത്രത്തോളം ബോട്ടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ തീരത്ത് നിൽക്കുന്ന 5 ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും തീ ഒന്ന് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ തീരത്ത് വിട്ടുപോയിരിക്കുന്ന പല ബോട്ടുകളിലും ഇപ്പോഴും തീ ആളിക്കത്തുകയാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതിനപ്പുറവും ഈ ഒഴുകി നടന്ന് കത്തുന്ന ബോട്ടുകളുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ ക്യാമറയിൽ കിട്ടില്ല. കാരണം അത്രത്തോളം ഈ അന്തരീക്ഷം ഈ വലിയ രീതിയിൽ പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഈ തീരത്ത് നിന്നുകൊണ്ട് മാത്രമാണ് രക്ഷാപ്രവർത്തനം അവർക്ക് നടത്താൻ കഴിയുക. പരിമിതിയുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നത് അങ്ങേയറ്റം ഏറ്റവും ആത്മാർത്ഥമായി അവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം തീരത്ത് നിന്നുകൊണ്ട് ഈ തീ അണയ്ക്കേണ്ട വരുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. ഈ ഒഴുകി നടന്ന് കത്തുന്ന ബോട്ടുകളിൽ അതിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് കത്തി പൂർണ്ണമായും ഈ കായലിലേക്ക് തന്നെ ചാരമായി പോകുന്ന അവസ്ഥയിലേക്ക് അടക്കം പോകേണ്ടി വരും. ഈ 10-ലധികം ബോട്ടുകൾ, അതായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ എത്ര ബോട്ടുകൾ എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. തീയുണ്ട്, പുകയുണ്ട്, പിന്നെ പല ബോട്ടുകളും ആ കെട്ടൊക്കെ അഴിഞ്ഞ്
ഈ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ ഒരു കണക്ക് ഫയർഫോഴ്സിന് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനാവുന്നുണ്ടോ? ഗോകുൽ, നിലവിൽ പല മത്സ്യത്തൊഴിലാളികളും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മാനസികമായി എത്രത്തോളം വലിയ വിഷമത്തിലാണ് പല മത്സ്യത്തൊഴിലാളികളും നിലവിലുള്ളത്. 10-ലധികം ബോട്ടുകൾക്കാണ് ഇത്തരത്തിൽ തീപിടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള ഒരു കണക്ക്, അത് ഈ നാശനഷ്ടത്തിന്റെ കണക്കാണെങ്കിൽ അത് കോടികൾ വരും എന്നുള്ളതല്ലേ മാത്രമേ ഇക്കട്ടത്തിൽ പറയാൻ കഴിയൂ. കാരണം അതിനപ്പുറം ഇതിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന കാര്യത്തിൽ പിന്നീട് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം വലകളടക്കമുണ്ട്, ഉപകരണങ്ങളടക്കമുണ്ട്, മത്സ്യബന്ധന ഉപകരണങ്ങളടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം അവരെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ചേട്ടന്റെ ബോട്ടാണത്. ഇത് ഇന്ന് പണിക്ക് പോകേണ്ടതാണ്. ഇന്ന് പണിക്ക് വന്നതാണ്. ഒരു 3 മണിയാകുമ്പോഴാണ് വിളി വന്നത്, ഇങ്ങനെ ബോട്ട് കത്തുന്നതായിട്ട്. സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു? സാധനം ഒരു വലയും ബോട്ടും എല്ലാം കൂടെ ഒരു 60 ലക്ഷം രൂപയുടെ സാധനമാണ്. 60 ലക്ഷം. ഇപ്പോൾ പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ പല ബോട്ടുകളിലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.